ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരുടെ ഈ പിന്മാറ്റം അതെന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. മേഡത്തിനെ സങ്കടപ്പെടുത്താനോ മനസ്സ് തളർത്താനോ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കരുത്. അവരുടെ കസ്റ്റഡിയിൽ വിഷ്ണു എന്ന് പറയുന്ന മേഡത്തിന്റെ ഹസ്ബൻഡ് ഇല്ലെങ്കിലോ? എന്താ മഹേന്ദ്രയായി കാണിക്കുന്നത്? ഇയാളെ എവിടെ കൊണ്ടുപോവാ? ഡോക്ടറെ, സാധാരണ ഇവ അടി കൊടുക്കാറാ പതിവ്. അത് തെറ്റിച്ചോണ്ട് ഇന്ന് അടി മേടിച്ചോണ്ടാ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കീഴ്വഴക്കം മാണിക്കോത്തിനില്ല. വാങ്ങിച്ചത് തിരിച്ചു കൊടുത്തില്ലെങ്കിലേ ഞങ്ങൾ അച്ഛനും മോനും കിടന്ന ഉറക്കം വരത്തില്ല. അതുകൊണ്ട് അതൊന്ന് കൊടുത്തിട്ട് ഉടനെ ഇവനെ ഇങ്ങ് തിരിച്ചു കൊണ്ടുവരാം. വാ. മഹേന്ദ്രൻ, എന്താ ഈ പറയുന്നത്? ഇയാളുടെ ശരീരം ഒരു തരത്തിലും അനങ്ങാൻ പാടില്ല. അയ്യോ ഡോക്ടറെ, യവൻ അനങ്ങുന്നില്ല, ഞാനേ അനങ്ങുന്നുള്ളൂ. പക്ഷേ അത് യവൻ കാണണം. യവന് കിട്ടിയത് യവന്റെ അച്ഛൻ തിരിച്ചു കൊടുക്കുന്നത് യവൻ കാണണം. എന്നാല് ഇനി യവൻ ഇത് ആവർത്തിക്കാതിരിക്കൂ. ഞാൻ പറഞ്ഞത് ഡോക്ടർക്ക് മനസ്സിലായോ? അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് മഹേന്ദ്രൻ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ കരുതുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അടി കിട്ടിയതുകൊണ്ടല്ല ശിവൻ വീണത്. അതൊരു കാരണം മാത്രമാ. പിടിച്ചു കിടത്ത്. വേണ്ട, ഞാൻ ഇരുന്നോളാം. ഡോക്ടറെ, ഇങ്ങനെ കേറി ഇരിക്കേണ്ടവനല്ല ഇവൻ. നീ വാടാ. ശിവനെ ഞങ്ങളൊരു കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ നോക്കി സംരക്ഷിച്ചു വരികയാണ്. അതിനിടയിലാണ് നിങ്ങളുടെ ഒരു പ്രതികാരം വീട്ടലും കയ്യാങ്കളിയും ഒക്കെ. എനിക്ക് സംസാരിക്കാനുണ്ട്. മഹേന്ദ്രൻ വന്നേ. ഞാനിപ്പോ വരും. നീ പോവാൻ റെഡി ആയിട്ടിരിക്കേ. അവന്മാരെ അങ്ങനെ വിട്ടാ പറ്റില്ലടാ. ശിവ, വരൂ. ഇരിക്കെ. ഞാൻ പറയുന്നത് മഹേന്ദ്ര ശ്രദ്ധിച്ചു കേൾക്കണം. ശിവന്റെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല. സ്കാനിങ്ങും മറ്റ് ചികിത്സാ രീതികളും ടെസ്റ്റുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അവൻ എന്താ ഡോക്ടർ? റിസൾട്ട് വരട്ടെ, എന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അതുവരെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത റെസ്റ്റാ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടറെ, പാരമ്പര്യമായിട്ട് ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള കാര്യം ഡോക്ടർക്ക് അറിയാമല്ലോ. ഇനി അത് എന്റെ മകനും കൂടി. ടെൻഷൻ ആവണ്ട, എന്തായാലും റിസൾട്ട് വരട്ടെ. അതുവരെ ശിവന് പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. അവനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത്. പ്രതികാരമൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യം മകന്റെ ജീവൻ രക്ഷിക്കാൻ നോക്ക്. കരയണ്ട, എനിക്കൊന്നുമില്ല. എന്നാലും നിന്നെ അവര് ഡേവിസ് എന്തും ചെയ്യുമായിരുന്നു ഡേസി. അത് ഒഴിവാക്കാനാ ഞാൻ. ഓ അച്ഛാ, ഞാൻ റെഡിയാ. നീ ഇരിക്കേ. അച്ഛാ, അത് ഇരിക്കടാ. നമുക്ക് ചിലതൊക്കെ ആലോചിക്കാനുണ്ട്. ഞാൻ ഇനി എന്ത് ചെയ്യണം റസാഖ്? അവര് പറഞ്ഞത് പ്രകാരം നിങ്ങളെ ആരെയും സഹായത്തിന് കൂട്ടാതെ അവര് പറഞ്ഞ തുകയും ഒപ്പിച്ച് ഞാൻ അവരെ വിളിക്കാൻ തുടങ്ങിയതാ. പക്ഷെ ഇപ്പൊ അവര് ഫോൺ എടുക്കുന്നില്ല. എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി നഷ്ടപ്പെടുക. വിഷ്ണുവേട്ടനെ കൊണ്ടല്ലാതെ എനിക്ക് എന്റെ വീട്ടിലേക്ക് ചെല്ലാനാവില്ല. ഇനി എന്താ ചെയ്യ? അവര് പറഞ്ഞത് പ്രകാരം മുഴുവൻ തുകയായിട്ടല്ലേ ഞാൻ വന്ന് നിൽക്കുന്നേ. അത് വാങ്ങി അവർക്ക് എന്റെ വിഷ്ണുവേട്ടനെ തരുന്നതിൽ അവരെന്തിനായി മടിക്കുന്നേ?
ഇനി എന്റെ വിഷ്ണുവേട്ടൻ അവരെന്തെങ്കിലും ചെയ്തു കാണൂ? അങ്ങനെയൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. മാഡത്തിന്റെ ഹസ്ബൻഡ് അവർക്കിപ്പോ പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയാ. അതില്ലാതാക്കാൻ എന്തായാലും അവര് നോക്കില്ല. പിന്നെ എന്തുകൊണ്ട് അവരിങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ക്യാഷ് കയ്യിൽ കിട്ടിയ നിമിഷം മുതലുള്ള വിളിയാ ഞാൻ. അവരെന്താ ഇപ്പൊ ഫോൺ എടുക്കാത്തെ? അത് എന്നെ ഭയപ്പെടുത്തുന്നേ. സംഭവിച്ചത് നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം. ആദ്യം അവൻ പറഞ്ഞ പ്രകാരം നമ്മൾ പണവുമായി ചെല്ലുന്നു. അവര് പറഞ്ഞ അത്രയും തുക നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മാഡത്തിന്റെ ഹസ്ബൻഡിനെ തിരിച്ചേൽപ്പിക്കാതിരിക്കാനായി അവർ പറയുന്ന 2 കാരണങ്ങളിൽ ഒരു കാരണമായി അവർ പറയുന്നത് പറഞ്ഞിരുന്ന തുകയിലെ കുറവാണെന്നാണ്. മറ്റൊന്ന് പോലീസിന്റെ സാന്നിധ്യവും. ഓക്കെ. രണ്ടാമത് അവർ ആവശ്യപ്പെടുന്നത് പറഞ്ഞ തുകയിലും ഇരട്ടി തുകയാണ്. പണം സെറ്റാക്കി ആരുടെയും സഹായമില്ലാതെ മാഡം അവരെ വിളിക്കുന്നു. പക്ഷേ അവരുടെ ഫോണിലേക്ക് കോള് പോകുന്നില്ല. ഇതാണ് നിലവിലിവിടെ സംഭവിച്ചിരിക്കുന്നത്. അതെ, അവരുടെ ഈ പിന്മാറ്റം അതെന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. മാഡത്തിനെ സങ്കടപ്പെടുത്താനോ മനസ്സ് തളർത്താനോ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കരുത്. അവരുടെ കസ്റ്റഡിയിൽ വിഷ്ണു എന്ന് പറയുന്ന മാഡത്തിന്റെ ഹസ്ബൻഡ് ഇല്ലെങ്കിലോ? മനസ്സിലായില്ല. അല്ല, അങ്ങനെയും സംഭവിക്കാലോ. നമ്മളെ ബോധ്യപ്പെടുത്താനായി കിഡ്നാപ്പ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഒരു ചിത്രമോ ഒരു ശബ്ദ സന്ദേശമോ അവര് നമുക്ക് അയച്ചു തന്നിട്ടുമില്ല. ആകെയുള്ള ഒരു ഉറപ്പ് നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്ന വാക്കാലുള്ള ഒരു ഉറപ്പ് മാത്രമാ. ആ ഒരു ഉറപ്പിന്റെ പുറത്താ നമ്മൾ അവർക്ക് കൊണ്ടുപോയി ആദ്യത്തെ തവണ പണം കൊടുത്തതും. അതവര് വാങ്ങുകയും ചെയ്തു. പക്ഷേ ആളെ തന്നില്ല. അതെന്താ? അവര് പറഞ്ഞ ന്യായങ്ങളുടെ പുറത്തല്ല അവര് നമുക്ക് ആളെ തരാത്തത്. ഒന്നുകിൽ അവരുടെ കയ്യിൽ നിന്നും ആള് രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തോ ഒന്നും അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോ എന്താ റിസാക്കി ചെയ്യണ്ടേ? മാഡം, ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം മാഡത്തിന്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാഡം വീട്ടിലെത്തുമ്പോ മാഡത്തെ കാത്ത് അദ്ദേഹം വീട്ടിലുണ്ടാവും. ഉറപ്പാ. സർവേശ്വരൻ, അങ്ങനെ തന്നെ സംഭവിക്കണേ. അങ്ങനെ വരാനേ വഴിയുള്ളൂ മാഡം. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തുക അവർ ഉപേക്ഷിക്കില്ല. പിന്നെ രണ്ടാമത്തെ ഒരു അറ്റംപ്റ്റിൽ അവര് പിടിക്കപ്പെടുമെന്ന് അവര് ഭയന്നിരിക്കാം. ഓൺലൈൻ പണമിടപാടുകളെല്ലാം അങ്ങനെയാണല്ലോ. പണം തിരിച്ചു പിടിക്കാൻ ഒറ്റ ദിവസത്തെ പരാക്രമേ കാണിക്കൂ. അന്നത് നടന്നില്ലെങ്കിൽ പിന്നെ അവരത് ഉപേക്ഷിക്കും. കാരണം അതിന്റെ പിന്നാലെ പോയാ അവര് പിടിക്കപ്പെടുമെന്ന് അവർക്കറിയാം. പിന്നെ തിരിച്ചു വിളിച്ചാലും അവരെ കിട്ടില്ല. അപ്പൊ ഇനി എന്റെ വിഷ്ണുവേട്ടനിലേക്ക് എത്താൻ എനിക്ക് യാതൊരു വഴിയില്ലെന്നാണ് പറയുന്നത്. അവരിലേക്ക് എത്താനുള്ള വഴിയൊക്കെ ഉണ്ട്. അത് അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ മാത്രമാ. അതിനി ഓണായാലോ അതിലെ സിം മാറ്റി അവര് പുതിയ സിം ഇട്ടാലോ നമുക്ക് അവരിലേക്ക് എത്താം. അതുകൊണ്ട് മാഡം ഈ പണം എവിടെ നിന്നാണോ വാങ്ങിയത് അവിടെ കൊണ്ടുപോയി തിരിച്ചേൽപ്പിക്കണം. ഇതില് വേറെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇനി ചെയ്യേണ്ടതും അത് തന്നെയാണ്.